ആത്മാവ് നിറഞ്ഞാൽ ഉടനെ പാട്ട് വരും. ദാവീദ് അങ്ങനെയാണ്, പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ ഉടനെ പാടും. പാടിയപ്പോൾ ഏലീശായുടെ മേൽ ആത്മാവ് വന്നു. അപ്പൊ ഈ പാട്ടും ആത്മാവും ബന്ധമുണ്ട്. പാട്ടും കള്ളും തമ്മിൽ ബന്ധമുണ്ട്. കുടിച്ചിട്ടിങ്ങനെ ഉടുതുണ്ണി തലയെ കെട്ടി പാടിപ്പോന്നവരെ കണ്ടിട്ടില്ലേ? സ്പിരിറ്റ്, വീഞ്ഞോ ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കില്ല. കാരണം അവന് കുടിക്കണ്ട ആവശ്യമില്ല. കാരണം അവൻ മറ്റൊരു സ്പിരിറ്റ് കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. മദ്യപാനം ഉപേക്ഷിക്കാനുള്ള ടെക്നിക്ക് ഡി അഡിക്ഷൻ സെന്റർ അല്ല, ധ്യാനങ്ങളല്ല. മദ്യപാനം ഉപേക്ഷിക്കാനുള്ള എളുപ്പ വഴി പരിശുദ്ധാത്മാവിനാൽ നിറയുക. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാൽ പിന്നെ കള്ള് വേണ്ടാതാവും. അല്ല നോക്കിയോ, ചേച്ചിമാര് വായിൽ ഒഴിച്ചു കൊടുത്താൽ പോലും ചേട്ടന്മാര് പറയും മാറ്റടി എന്ന് പറയും. മറ്റേതെന്താണ്, ഇങ്ങോട്ട് താടി എന്നാണ് പറയുന്നത്, ഒഴിക്കടി എന്നാണ് പറയുന്നത്. ഇപ്പൊ നാളെ മുതൽ എന്ത് പറയും? മാറ്റടി എന്ന് പറയും. ഇത് സത്യമാണ്, ഇത് അച്ചോട്ടായിട്ട് സംഭവിക്കും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ ഒരിക്കല് വേഗത്തിൽ പറയാം. ഒരു പള്ളിയിൽ ധ്യാനം നടത്തി, എന്റെ ഇടവക പള്ളിയിലാണ്. ഒരു അൽമായ സഹോദരൻ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാനിങ്ങനെ ഇടവക്കാരൊക്കെ ധ്യാനിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വികാരി അച്ഛന്റെ ഉത്തരവാദിത്തത്തോടെ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ ഒരു ചേട്ടൻ വീടിയൊക്കെ വലിച്ച് മാവിന്റെ മൂട്ടി നിൽക്കുകയാണ്. എവിടുന്നോ വന്നൊരു ചേട്ടനാണ്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എളുപ്പത്തിൽ പറയാണ്, ഞാൻ ഈ ചേട്ടനുമായിട്ട് ഒരു വാഗ്വാദത്തിൽ, ഒരു തർക്കത്തിൽ ഏർപ്പെട്ട് ഒരു തരത്തിൽ ഈ ചേട്ടനെ പിടിച്ച് 28 കൊല്ലമായിട്ട് കുമ്പസാരിച്ചിട്ടില്ല. 28 കൊല്ലം ഞാൻ പിടിച്ചുകൊണ്ട് കൊണ്ടുപോയി. എന്നിട്ട് ഈ മനുഷ്യനെ ഞാൻ ഒരു തരത്തിൽ പറഞ്ഞ്, സ്നേഹമൊക്കെ കാണിച്ച് പറഞ്ഞ് മനസ്സിലാക്കി. കുടികാരണ കുടുംബം കുളം തോണ്ടിയ ചേട്ടൻ. എന്നിട്ട് പിന്നെയും പറയാണ് പിന്നെയും കുടിക്കണം. ബീഡിയും വലിച്ചു നിൽക്കുകയാണ് വെളിയിൽ. അങ്ങനെ കൊണ്ട് കുമ്പസാരിപ്പിച്ചു. കുമ്പസാരം എല്ലാം കഴിഞ്ഞിട്ട് ഒത്തിരി സമയമെടുത്തു. ദൈവത്തിന്റെ ആത്മാവ് ഈ മകന്റെ മേൽ നിറഞ്ഞു. പാവമെല്ലാം ഏറ്റു പറഞ്ഞു, വാവിട്ട് കരഞ്ഞു, പ്രാർത്ഥിച്ചു. പോന്നേരം ഞാൻ ചോദിച്ചു, ഇനി കുടിക്കുമെന്ന് ചോദിച്ചു. ചിരിച്ചോണ്ട് നിന്നു. ചേട്ടൻ അറിയാം കുടിച്ചു പോവും. വൈകുന്നേരം അങ്ങോട്ട് ചെന്നാൽ ഉടനെ കുടിക്കും. ആ ചേട്ടൻ അറിയാതെ. ടാക്സി ഡ്രൈവറാണ്, നല്ല തഴമ്പിച്ച കൈയാണ്. ആ കൈ എടുത്ത് എന്റെ കൈയുടെ മേളിലോട്ട് വെച്ചിട്ട് ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, ഒരു ദിവസം 24 മണിക്കൂർ കുടിക്കാതിരിക്കാവോ? ചേട്ടന് വന്ന സന്തോഷം വർണ്ണനാതീതമാണ്. കാരണം സാധാരണ അച്ഛന്മാര് പറയുന്നത് ഒരിക്കലും കുടിക്കരുതെന്നാണ്. നല്ല അച്ഛൻ ഒരു ദിവസം കുടിക്കരുതെന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ചേട്ടനോട് ചോദിച്ചു, അച്ഛാ ഈ ഒരു ദിവസം എന്താണ് 24 മണിക്കൂർ, നാളെ കുടിക്കാവോ? ഞാൻ പറഞ്ഞു, അപ്പനും അമ്മയുണ്ട്. ഈ ചെറുപ്പക്കാരന്, ഈ മനുഷ്യന് അതായത് ഇവൻ ഒരു ഒത്ത മനുഷ്യനായി. പിന്നെ ഇന്ന് വരെ മാതാപിതാക്കള് സുബോധത്തോടെ വീട്ടിൽ കയറി വരുന്ന കണ്ടിട്ടില്ല. ഈ മകൻ സുബോധത്തോടെ വീട്ടിൽ കയറി വരുന്നത് കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു ചേട്ടാ, ജീവിതത്തിൽ അനേക വർഷങ്ങളായി സുബോധത്തോടെ മകനെ കണ്ടിട്ടില്ലാത്ത മാതാപിതാക്കൾ ചേട്ടന്റെ വീട്ടിലുണ്ട്. ഇന്ന് ഈ ഉച്ചയ്ക്ക് ഇവിടുന്ന് പോകുമ്പോ കുടിക്കാതെ പോകും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ മാതാപിതാക്കൾക്ക് ഒരു ഭാഗ്യം, ഒരു സുഹൃതം കിട്ടട്ടെ, കുടിക്കാതെ വരുന്ന ഒരു മകനെ കാണാൻ. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ദിവസം മുതൽ ഇന്നലെ വരെ സുബോധത്തോടെ കേടി വരുന്ന ഒരു കെട്ടിയോനെ ആ ഭാര്യ കണ്ടിട്ടില്ല. ഒരു ദിവസം കാണട്ടെ, ഒറ്റ ദിവസം സുബോധമുള്ള കെട്ടിയോൻ. 2 മക്കളുണ്ട്. കള്ളു പിടിച്ചിട്ട് വന്ന് വീട്ടിൽ ഓരോ സാധനങ്ങൾ അടിച്ചു തകർക്കുകയും നശിപ്പിക്കുകയും വീടൊരു കുരുതിക്കളമാക്കുകയും ചെയ്യുന്ന അപ്പനെ ആ മക്കള് കണ്ടിട്ടുള്ളൂ. പേടിച്ചും ഭാരപ്പെട്ടും വിഷമിച്ചും ആകുലപ്പെട്ടും നിൽക്കുന്ന ആ മക്കള് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കുടിക്കാതെ കയറി വരുന്നൊരപ്പനെ കാണട്ടെ. കരഞ്ഞു, നല്ലപോലെ കരഞ്ഞു. ഞാൻ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് വിട്ടു. പരിശുദ്ധാത്മാവ് നിറഞ്ഞു. പിന്നീട് അയാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ടാക്സി ഡ്രൈവറാ, ടാക്സിയിൽ ആളുകളെ കൊണ്ട് പോകുമ്പോ ബാറിലോട്ട് വിടറാന്ന് പറയും. ബാറിലോട്ട് വിടും. നീയും വാടാന്ന് പറയും. കയറി ചെന്നിരിക്കും ഇവരുടെ കൂടെ. അപ്പോ മദ്യം വാങ്ങിച്ചിട്ട്, വില കൂടിയ മദ്യം വാങ്ങിച്ചിട്ട് കാറെ യാത്ര ചെയ്യുന്ന സമ്പന്നര് നീ കുടിക്കടാന്ന് പറഞ്ഞ് ഒഴിച്ചിങ്ങനെ മുമ്പിൽ വെച്ചിരിക്കും. അയാള് ഒരു നേർത്ത ചിരിയോടെ അതിനകത്ത് ഇങ്ങനെ നോക്കി നിൽക്കും.
കൈ നീണ്ടു ചെല്ലില്ല, എടുക്കില്ല, കുടിക്കില്ല. അയാൾ പറയാണ്, എന്താ സംഭവിച്ച ആർക്കറിയാം? കുടിക്കാൻ തോന്നുന്നില്ല. പരിശുദ്ധാത്മ അഭിഷേകം വന്നാൽ വീഞ്ഞോ ലഹരി പാനീയങ്ങളോ വേണ്ടാതാവും. അതുകൊണ്ട് കുടിയന്മാരുടെ തലേ കയറുന്നതിന് പകരം അവര് പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്കുക. ചേച്ചിമാരെ ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് മദ്യപാനം ഉപേക്ഷിക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ മദ്യപാനത്തിന്റെ ദുരന്ത ഫലങ്ങൾ വായിക്കുകയോ ക്ലാസ് കേൾക്കുകയോ, പിന്നെ ഞങ്ങൾ ധ്യാനഗുരുക്കന്മാർ ഒട്ടും കുറയാതെ നല്ല കീറുന്നില്ലേ മദ്യപിക്കുന്നവൻ നരകത്തിൽ പോകുന്നു പറഞ്ഞോണ്ട്, അതൊക്കെ കേൾക്കുകയും ചെയ്താലൊന്നും മദ്യപാനം മാറത്തൊന്നുമില്ല. ആത്മാവ് നിറയിട്ട് പിന്നെ നല്ല മുന്തിയ സാധനം ഒഴിച്ചെന്നാലും നീ പറയും, ചവറ് മാറ്റടാ, ഓടക്കുഴിന്ന് വല്ലവരും കുടിക്കുവോ നല്ല ബിരിയാണി വിളമ്പി വെച്ചിരിക്കുമ്പം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ.